ഇവിടെ ഇന്ന് കടന്നു വന്ന നമ്മുടെ കുട്ടികൾ അവരൊക്കെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നേരത്തെ വന്ന് ഇന്ന് പ്രവേശനം നേടിയ ആദ്യമായി സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടു. വളരെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് മാത്രമേ അമ്മയെ വിട്ടു നിന്നതിൻ്റെ ഒരു പ്രയാസം കാണാൻ സാധിച്ചുള്ളൂ. ബാക്കി മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അതെ. അപ്പോൾ ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ടായ ഒരു മാറ്റമാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയാക്കും, രക്ഷിതാവിൻ്റെ കൂടെ തന്നെ കരഞ്ഞുകൊണ്ട് കുട്ടി തിരിച്ചോടും, വല്ലാത്ത ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു. വർഷങ്ങളായി അതിനൊക്കെ പടിപടിയായി മാറ്റം വന്നു. ഇന്ന് നമ്മുടെ മക്കൾ വളരെയേറെ പ്രാപ്തിയുള്ളവരാണ്. ചെറിയ കുട്ടികൾ പോലും സ്വന്തം വന്ന് പരിചയപ്പെടാനും, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ കുട്ടികൾ വന്ന് ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് വളരെ സന്തോഷത്തോടു കൂടി അനുവാദവും കൊടുക്കുന്നു. എല്ലാവരും കുട്ടികൾ സെൽഫി എടുത്ത് താങ്ക്സ് പറഞ്ഞ് കടന്നു പോകുന്നു. ചെറിയ മക്കളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികളിൽ വന്ന അവരുടെ വ്യക്തിത്വത്തിൽ വന്ന ഒരു മാറ്റമാണ്. നല്ല നിർഭയത്വത്തോടു കൂടി സഭാകമ്പമില്ലാതെ ഇപ്പോഴേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അവരെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. സമയപരിമിതി മൂലം ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ആദ്യമായി വിദ്യാലയ പ്രവേശനം നേടിയ ഈ 3,14,000 മക്കൾ, 3,14,000 കുട്ടികൾ നാളത്തെ നമ്മുടെ നാടിൻ്റെ ഭാവി ഭാഗതയം നിർണയിക്കേണ്ടവരാണ്. കുട്ടികൾ പൂക്കളെ പോലെയാണ്. നല്ല പരിചരണം നൽകിയാൽ ആ പൂവ് മനോഹരമായി വിടരും. അപ്പം ഈ പൂക്കളെ, ഈ കുട്ടികളെ, ഇത് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പങ്കെടുത്ത ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഇത് ദൃശ്യങ്ങളിലൂടെ കാണുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ നമ്മൾ പൂക്കളായി കണ്ട് പരിപാലിച്ച് നല്ല രീതിയിൽ വിടർന്ന് മണം പരത്തി സുഗന്ധം പരത്തി പരിലസിക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി കൊടുക്കണം. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് ഏറ്റവും നല്ല നിക്ഷേപം. അത് തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകും. നമ്മളൊരു റോഡ് പണിതാൽ, ഒരു കെട്ടിടമുണ്ടാക്കിയാൽ, ഒരു പാലം പണിതാൽ അതിന് നിശ്ചിതമായ കാലാവധിയുണ്ട്. പക്ഷേ ഒരു വിദ്യാഭ്യാസ രംഗത്തൊരു നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ ഗുണം തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകുകയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.